ഹലോ, ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര ചട്നി റെഡിയാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്തിട്ട് അതൊരു ബ്രൗൺ കളർ ആയി വരുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉണക്കമുളകാണ്. അത് നമ്മളൊരു 15 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്തിട്ട് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിനെതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു തിക്ക് പേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വറവ് ചേർക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. കൂടെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്താൽ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഇത് ചേർത്താൽ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കാര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.